ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ബിസിനസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോണേ? ഇതേതാ സ്ഥലം എന്നറിയോ? കൊച്ചി. കൊച്ചി കണ്ട അച്ചു വേണ്ടെന്നല്ല എല്ലാവരും പറയാ. ജീവിതം ആസ്വദിക്കുന്നവർക്ക്, യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക്, അവരുടെ വിചാരിക്കുന്ന അവരെ മടുപ്പിക്കാത്ത എന്താണ് ആഗ്രഹിക്കേണ്ടത് അതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം, അതാണ് നമ്മളെ കൊച്ചി. അപ്പോൾ നമ്മളിപ്പോൾ പോകേണ്ടത് കൊച്ചി മറൈൻ ഡ്രൈവിലേക്കാണ്. മറൈൻ ഡ്രൈവിൽ ഒരു അടിപൊളി ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറും 200 രൂപ മതി. 200 രൂപക്ക് കൊച്ചിക്കായൽ മുഴുവൻ ചുറ്റി കാണാമെന്നാണ് പറയണ്ടേ. അപ്പം നമ്മളതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ജീവിതത്തിൽ നമ്മളെല്ലാം നേടിയിട്ട് നമ്മൾ ഒഴിഞ്ഞൊന്നും പോവില്ല. അതേമാതിരി തന്നെ എന്നും പൈസ ഉണ്ടാക്കാനും പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തപോലും ഉണ്ടാവില്ല. എല്ലാം തീർന്നിട്ട് നമ്മളൊന്നിനും പോകലുണ്ടാവില്ല. പക്ഷേ എല്ലാത്തിൻ്റെ ഇടയിൽ നിന്നൊരു ഒരല്പം സ്വസ്ഥതയ്ക്ക് ഇതിന് ഞങ്ങൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. വെറും 200 രൂപ മതിയിട്ട്. അതിന് ഹൗസ് ബോട്ടല്ല കിട്ടണം, പക്ഷേ 2 നിലകളിലായിട്ട് നമുക്ക് ഉൾഭാഗത്ത് ഇങ്ങനെ DJ പാർട്ടി AC ഒക്കെ ഉള്ള അടിപൊളി ബോട്ടുകളുണ്ട്. ഒരുപാട് ബോട്ടുകൾ ഇവിടെ കാണാനുണ്ട്. ഞങ്ങൾക്ക് ഒരാൾ അങ്ങനെ 2 മണിക്കൂർ അതിന് 200 രൂപ. ഇതാണ് കൊച്ചിക്കായൽ. ഇത് മുഴുവൻ ചുറ്റി കാണിച്ചു തരും. നമുക്ക് ഷിപ്പ്, അതുപോലെ തന്നെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണാനുണ്ട്. അതൊക്കെ കാണാം. അത് ഓരോ ഭാഗത്തുമ്പോഴും ഇങ്ങനെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതാണ് എന്നൊക്കെ. പിന്നെ മറൈൻ ഡ്രൈവിൻ്റെ ഈ ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നടന്നങ്ങനെ ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ടത് എന്നൊക്കെ വാങ്ങി ബോട്ടിൽ നിന്ന് അടിച്ച് പൊളിക്കാമെന്ന് വെച്ചിട്ട്. നിങ്ങളൊക്കെ ഒഴിഞ്ഞിങ്ങനെ യാത്ര പോവാറുണ്ടോ? യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു യാത്രാനുഭവം കമൻ്റായിട്ട് പറയുക. ഞങ്ങളിപ്പോൾ അവിടെ എത്തിയപ്പോക്കിന് 5:30-5:45 അപ്പോക്കിന് ഏകദേശം ബോട്ടുകളൊക്കെ നിർത്താനുള്ള. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരം 6 മണിക്ക് ഇത് നിർത്തണം എന്നാണ്. അതുവരെ ഇവരുടെ പെർമിഷനുള്ളൂ. അപ്പം ഞങ്ങളിതാ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളെ ബോട്ട്. പല രീതിയിലുള്ള, ഇവിടെ ഏത് ബോട്ടാണെങ്കിലും ഈ 200 തന്നെയാണ് റേറ്റ് ആയിട്ട് വരുന്നത്. ഇതാ കാക്കും ഫനും ഇതൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം നമ്മളും കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉൾഭാഗത്തേക്ക്. ക്യാമറ നേരെ പിടിച്ചത് ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മോളെന്തോ ഇളക്കി, അത് എൻ്റെ റൊട്ടേഷൻ മാറിയിട്ടുണ്ട്. ഇപ്പം ലെവലാവും. അപ്പോൾ ഈ ഭാഗം കൂടിയൊക്കെ ഒന്ന് കാണിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അത് ഒഴിവാക്കാത്ത ഞങ്ങൾ മോൾ ഭാഗത്തേക്കാണ് പോയത്. ഉൾഭാഗത്ത് AC ഒക്കെ ഉണ്ട്, നല്ല DJ പാട്ടുകളൊക്കെ ഉണ്ട്. അവിടുന്ന് ഡാൻസ് കളിക്കാൻ ഇതിനൊക്കെയുള്ള പലരും ഇവിടെ ഈ 2 മണിക്കൂറിൻ്റെ ഇതായതുകൊണ്ട് തന്നെ പലരും പല പ്രോഗ്രാമുകൾ, മീറ്റപ്പ് പ്രോഗ്രാമുകൾ, കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് സെറ്റാക്കുന്നുണ്ട്. ഇത് കാക്കുവിൻ്റെ ഫ്രണ്ടാണ് സലാമാക്ക. ഇതാ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഇവിടെ ഇരുന്നാൽ എല്ലാ കാഴ്ചകളും കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെയാണ് ഇരുന്നത്. 30 പേരാണ് ഒരു ബോട്ടിൻ്റെ കണക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര പേരാകുമ്പോഴാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുക. 50ഓളം പേർക്ക് അലൗഡാണ്, പക്ഷേ 30 പേരെങ്കിലും ഉണ്ടെങ്കിലേ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമുക്ക് എന്തെങ്കിലും 50-30 പേരൊക്കെ നമ്മൾ ഫാമിലീസായിട്ട് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ്, നമുക്ക് മാത്രമായിട്ട് വൈബ് അടിച്ച് പോവാം. പക്ഷെ ഇതിലുള്ളവരൊക്കെ നല്ല കമ്പനിയായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല സെറ്റാക്കിയിട്ടാണ് പോയത്. മക്കളെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഓരോ ബോട്ടിലും ഒരു ഗൈഡ് ഉണ്ടാവും. അവർ പാട്ടുപാടിയും കൈയൊട്ടാനൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ടാവും. നമുക്ക് അവർ ഓരോ ഭാഗവും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരും. ഇത് താജ് മലബാർ റിസോർട്ടിൻ്റെ ആ ഭാഗമാണ്. അതുപോലെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ നടക്കുന്ന നമ്മളെ മിന്നാരത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളത് ഈ ഭാഗത്താണ്. അതെല്ലാം ഗൈഡ് ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആലപ്പുഴത്തെ പോലെ സ്റ്റേ ചെയ്തിട്ടുള്ള ഹൗസ് ബോട്ടുകളൊക്കെ അതും ഉണ്ട് കേട്ടോ. അത് വേണ്ടവർക്ക് അതും ഉണ്ട്. അതിനുള്ളതാണ് ഇതൊക്കെ. ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള 7-8 റൂമുകളൊക്കെ ഉള്ള ഹൗസ് ബോട്ട് ഉണ്ട്. ഇതിലൊക്കെ പലപ്പോഴും ഫങ്ഷൻസൊക്കെ നടത്താറുണ്ട് എന്ന് പറഞ്ഞ്. അത് ഇതുപോലുള്ളതിന് അവൈലബിൾ അല്ല. ഡേ നൈറ്റ് അങ്ങനെയൊക്കെയുള്ള പാക്കേജുകളാണ് അതിലുള്ളത്. ഇത് സാധാ ബോട്ടുകളാണ്. പിന്നെ വലിയ ഷിപ്പിൻ്റെ അടുത്തേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കേണ്ടത്. ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഷിപ്പുകൾ, അതിലുള്ള കണ്ടെയ്നറുകൾ, സംഭവങ്ങളൊക്കെ ഇറക്കുന്ന സ്ഥലമാണ് ഇനി എത്താൻ പോകുന്നത്. വലിയ ഷിപ്പൊക്കെ ഇങ്ങനെ അടുത്ത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. ആ ഷിപ്പിൽ കയറണം എന്നുള്ളത് ഇനി ഒരു ആഗ്രഹമാണ്. അതിനും ഇവിടെ ഉണ്ടല്ലോ, വേറെ ഭാഗത്താണെന്ന് മാത്രം. ഷിപ്പിൽ 2500 രൂപയാണ് ഒരാൾക്ക്. കടലിൽ കുറച്ച് സമയം, അരമണിക്കൂറോ 1 മണിക്കൂറോ പാക്കേജ് ഉണ്ട്. ഇതിന് കുറച്ച് അപ്പുറത്താണ് അത്.
അതുകൊണ്ട് ഈ ഒരു ലോറിയിലേക്ക് ആ ഒരു കണ്ടെയ്നറാണ് പാകം. ഇതിങ്ങനെ ഇവിടുന്ന് ഷിപ്പിൽ നിന്ന് ഇറക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ലോറികളാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങി 7:30 ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. വന്ന ഇൻട്രൊന്നും ആർക്കും ഉണ്ടാവില്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലോ, ഒരു ട്രിപ്പിന് പോകുന്ന ആ ഒരു ഇൻട്ര ഉണ്ടാവില്ല എല്ലാവർക്കും തിരിച്ച് പോകുമ്പോൾ. മൊത്തത്തിലൊരു നഷ്ടബോധമൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ